Hi friends, welcome back. 10th class physics focus area based revision ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഫിസിക്സിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ള ചാപ്റ്ററുകൾ ശ്രദ്ധിച്ചതുപോലെ നിങ്ങൾ ഈ ചാപ്റ്ററും നല്ലവണ്ണം ശ്രദ്ധിക്കുക. അല്പം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണെങ്കിൽ കൂടി ഒരു മാർക്കും നമുക്ക് ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ? എന്തായിരുന്നു ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? ഊർജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ്. ഊർജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാവരും ബോർഡിലോട്ട് നോക്ക്. ഒന്നാമത്തത് ഫോസിൽ ഫ്യൂവൽ, ഫോസിൽ ഇന്ധനങ്ങൾ. രണ്ടാമത്തത് കോള്, CNG, LNG, LPG. കൽക്കരി, CNG, LNG, LPG. ദെൻ സേഫ്റ്റി റിലേറ്റഡ് ടു LPG, LPGയുമായി ബന്ധപ്പെട്ട സുരക്ഷ. ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി. എനർജി ക്രൈസിസ്, ഊർജ പ്രതിസന്ധി. റീസൺസ് ആൻഡ് റെമഡീസ്, പ്രിക്വേഷൻസ് ആൻഡ് റെമഡീസ്, റീസൺസ് ആൻഡ് റെമഡീസ്. ഊർജ പ്രതിസന്ധി, കാരണങ്ങളും പരിഹാരങ്ങളും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ്, വളരെ കുറഞ്ഞ ഒരു ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ടോപ്പിക്കുകളും ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ? ഓൾ ഓഫ് റെഡി? യെസ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഇത്, ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? അനേകം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ഉന്നത മർദ്ദത്തിലും താപത്തിലും വായുവിൻ്റെ അസാന്നിധ്യത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോൾ എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? അനേകം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ വായുവിൻ്റെ അസാന്നിധ്യത്തിലും ഉന്നത മർദ്ദത്തിലും താപത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് വല്ല പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാരണം മനുഷ്യന്മാർ, അതുപോലെയുള്ള മൃഗങ്ങൾ, അതുപോലെയുള്ള സസ്യങ്ങൾ, ഇവയൊക്കെ മണ്ണിനടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം, മണ്ണിനടിയിലോട്ട് പോകും തോറും പിന്നെ വായു ഉണ്ടാവില്ല, മാത്രമല്ല മർദ്ദവും കൂടും, താപവും കൂടും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് മാറ്റം വന്നുണ്ടായ ഇന്ധനങ്ങളാണ് ഏത്? ഫോസിൽ ഇന്ധനങ്ങൾ. ഓക്കെ. ഉദാഹരണം കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം. ഏതൊക്കെയാണ് ഉദാഹരണം? കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം. ഇതൊക്കെ ഏത് ഇന്ധനങ്ങളാണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫോസിൽ ഫ്യൂവൽ. ഒന്നാമത്തെ ടോപ്പിക് ഏതാണ്? ഫോസിൽ ഫ്യൂവൽ ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഫോസിൽ ഫ്യൂവൽ? വാട്ട് യു മീൻ ബൈ ഫോസിൽ ഫ്യൂവൽ? ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ്, ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് animal and plant waste, animal and plant waste went under the earth crust, went under the earth crust millions of years ago, millions of years ago. And this transformation takes place at high temperature and high pressure in the absence of air. And this transformation takes place at high temperature and high pressure in the absence of air. Okay, then what do you mean by fossil fuel? Fossil fuels are transformed from animal and plant waste, went under the earth crust millions of years ago, went under the earth crust millions of years ago. And this transformation takes place at high temperature and high pressure in the absence of air. Okay, example coal, natural gas, പെട്രോളിയം പ്രോഡക്റ്റ്. ഏതൊക്കെയാണ്? കോള്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം പ്രോഡക്ട്സ്. ആൻഡ് ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഫോസിൽ ഫ്യൂവൽസ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ടോപ്പിക് എന്തായിരുന്നു? ഫോസിൽ ഇന്ധനങ്ങൾ, ഫോസിൽ ഫ്യൂവൽസ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഏത്? കോള്, CNG, LNG, LPG. ഈ ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. കൽക്കരി, CNG, LNG, LPG. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്താലോ? ഓൾ ഓഫ് റെഡി? യെസ്. ശ്രദ്ധിച്ചോ, ഇനി അടുത്തതാണ് കൽക്കരി. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. കോൾ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ? കോൾ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ. ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ? ഏതാണ്? കോളാണ്. കോൾ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനമാണിത്? കൽക്കരി.
ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോ. കാർബണിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ കൽക്കരിയിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഏതാണ്? കാർബണാണ്. കാർബണിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പീറ്റ്, 2 ലിഗ്നൈറ്റ്, 3 ആന്ത്രസൈറ്റ്, 4 ബിറ്റുമിനസ് കോൾ. ഏതൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോൾ. മറക്കരുത്. We know the important part, the major part of coal is carbon. On the basis of the amount of carbon, coal is classified into 4. First one, based on amount of carbon, coal is classified into 4. First one, peat. Second one, lignite. Third one, anthracite. And fourth one, bituminous coal. Peat, lignite, anthracite, bituminous coal. ഓക്കെ, മറക്കാൻ പാടില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കൽക്കരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, കൽക്കരിയെ സ്വേദനം നടത്തിയാൽ നമുക്ക് 4 ഉൽപ്പന്നങ്ങൾ ലഭിക്കും. കൽക്കരിയെ സ്വേദനം നടത്തിയാൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കിയിട്ട് വേർതിരിച്ചാൽ സ്വേദനം നടത്തിയാൽ നമുക്ക് 4 ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ചൂടാക്കി വേർതിരിക്കുക, അതാണ് സ്വേദനം എന്ന് പറഞ്ഞാൽ അർത്ഥം. കൽക്കരിയെ സ്വേദനം നടത്തിയാൽ നമുക്ക് 4 ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഏതൊക്കെയാണ്? കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ, കോക്ക്. ഏതൊക്കെയാണ്? കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ, കോക്ക്. ആൻഡ് വി ക്യാൻ ഡിസ്റ്റിൽ കോൾ. After distillation of coal, we will obtain 4 products. So by the distillation of coal, we will obtain how many products? 4 products. Then which are the products? All of you listen. Coal gas, coal tar, ammonia, coke. So which are the 4 products formed by distillation of coal? Fractional distillation of coal. First one, coal gas. Second one, coal tar. Third one, ammonia. Fourth one, coke. Okay. അപ്പോൾ കാർബണിന്റെ അളവനുസരിച്ച് 4 എണ്ണം. On the base of carbon classified into 4. Through fractional distillation we will obtain 4. അംശിക സ്വേദനം നടത്തിയാൽ നമുക്ക് 4 ഉൽപ്പന്നങ്ങൾ ലഭിക്കും. അത് രണ്ടും വേർതിരിച്ച് പഠിക്കുക, പരസ്പരം മാറിപ്പോകരുത്. ഓക്കെ, ദെൻ അടുത്ത കാര്യങ്ങളിലോട്ട് പ്രവേശിച്ചാലോ? റെഡി? യെസ്. ശ്രദ്ധിച്ചോ, അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് CNG, LNG, LPG. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഓരോന്നിൻ്റെയും ഫുൾ ഫോമുകൾ പഠിക്കാം. CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എന്താണ് CNG? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓരോന്നിൻ്റെയും ഫുൾ ഫോം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇവയിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം, മെയിൻ കമ്പോണന്റ് ഓഫ് ഈച്ച്. ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം പറയട്ടെ ഞാൻ. CNG, മീഥെയ്ൻ. LNG, മീഥെയ്ൻ. LPG, ബ്യൂട്ടെയ്ൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Then CNG, മീഥെയ്ൻ, LNG, മീഥെയ്ൻ, LPG, ബ്യൂട്ടെയ്ൻ. ഒന്നുകൂടെ. CNG, മീഥെയ്ൻ, LNG, മീഥെയ്ൻ, LPG, ബ്യൂട്ടെയ്ൻ. പ്രധാന ഘടകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 വിഭാഗങ്ങളിലും അടങ്ങിയ പ്രധാന ഘടകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഇവയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. CNGയുടെയും LNGയുടെയും പ്രത്യേകത, ദേ ആർ ഒബ്റ്റെയിൻഡ് അലോങ് വിത്ത് പെട്രോളിയം. നമ്മൾ മണ്ണിൽ നിന്ന് പെട്രോളിയം കുഴിച്ചെടുക്കുമല്ലോ, ആ കുഴിച്ചെടുക്കുന്നതോടൊപ്പം കിട്ടുന്നതാണ് ഏത്? CNGയും LNGയും. അതായത് പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന 2 പ്രകൃതിവാതകങ്ങളാണ് CNGയും LNGയും. എന്താണ്? പെട്രോളിയം ഖനനം ചെയ്തെടുക്കുമല്ലോ, മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അതോടൊപ്പം കിട്ടുന്ന 2 പ്രകൃതിവാതകങ്ങളാണ് CNGയും LNGയും. അപ്പോൾ എന്താണ് CNGയുടെയും LNGയുടെയും പ്രത്യേകത? പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്നു.
എന്താണ്? പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്നു. CNG LNG പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്നു. ഒബ്റ്റൈൻഡ് എലോങ് വിത്ത് പെട്രോളിയം. ഒബ്റ്റൈൻഡ് എലോങ് വിത്ത് പെട്രോളിയം. ആരൊക്കെ? ഒബ്റ്റൈൻഡ് എലോങ് വിത്ത് പെട്രോളിയം, CNG ആൻഡ് LNG. ദെൻ LPGയുടെ പ്രത്യേകത, അത് പെട്രോളിയത്തോടൊപ്പം ലഭിക്കൂല, മണ്ണിൽ നിന്നും കുടിച്ചെടുക്കുമ്പോൾ ലഭിക്കൂല, പെട്രോളിയത്തോടൊപ്പം ലഭിക്കൂല. പിന്നെ എന്താ അതിന്റെ പ്രത്യേകത? LPG പെട്രോളിയത്തെ അംശിക സ്വേദനം നടത്തിയാലാണ് ലഭിക്കുക. പെട്രോളിയത്തെ അംശിക സ്വേദനം നടത്തിയാൽ നമുക്ക് ഡീസൽ, മണ്ണെണ്ണ, പെട്രോള് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുക. ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് പെട്രോളിയത്തെ അംശിക സ്വേദനം നടത്തിയാൽ ലഭിക്കുക. ത്രൂ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം, ത്രൂ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം വി വിൽ ഒബ്റ്റെയിൻ പെട്രോൾ, ഡീസൽ, കെറോസിൻ എക്സെട്ര. അതോടൊപ്പം ലഭിക്കുന്ന ഒരാളാണ് LPG. അപ്പൊ എങ്ങനെയാണ് LPG ലഭിക്കുക? ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. LPG എങ്ങനെ ലഭിക്കുക? ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തെ അംശിക സ്വേദനം നടത്തിയാൽ കിട്ടുന്നതാണ് LPG. പെട്രോളിയത്തെ അംശിക സ്വേദനം നടത്തിയാൽ കിട്ടുന്നതാണ് LPG. എന്നാൽ ഇവർ രണ്ടുപേരോ അവർ പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്നതാണ്. വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി CNGയുടെയും LNGയുടെയും ഉപയോഗം, CNGയുടെയും LNGയുടെയും യൂസ്, ദേ ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആൻഡ് തെർമൽ പവർ സ്റ്റേഷൻ. They are used in vehicles and thermal power station. വാഹനങ്ങളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഉപയോഗിക്കുന്നു. വാഹനങ്ങളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഉപയോഗിക്കുന്നു. ആരെ? CNGയെയും LNGയെയും. അപ്പോൾ CNG LNG എവിടെയാണ് ഉപയോഗിക്കുന്നത്? വാഹനങ്ങളിലും തെർമൽ പവർ സ്റ്റേഷനിലും. CNG and LNG used in vehicles and thermal power station. Then what about LPG? LPG is used as a domestic fuel. നമ്മളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാറില്ല ഗ്യാസ്, അതാണ് LPG. അപ്പൊ LPGയുടെ ഉപയോഗത ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നു. എന്താണ്? ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ആസ് ഡൊമസ്റ്റിക് ഫ്യൂവൽ. ഓക്കെ. ഇനി LNGയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. LNGയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ദ്രവീകരിക്കാനും അതുപോലെ ബാഷ്പീകരിക്കാനും വളരെ ഈസിയാണ്. ദ്രവീകരിക്കാനും അതുപോലെ ബാഷ്പീകരിക്കാനും വളരെ സുഖമാണ്. എളുപ്പത്തിൽ ദ്രവീകരിക്കാം, അതുപോലെ എളുപ്പത്തിൽ ബാഷ്പീകരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് കൊണ്ടുപോകാനും ഒക്കെ സുഖമാണ്. ഏത്? LNG. അപ്പൊ LNGയുടെ പ്രത്യേകത എന്താ? LNGയുടെ പ്രത്യേകത എളുപ്പത്തിൽ ദ്രവീകരിക്കാം, അതുപോലെ എളുപ്പത്തിൽ ബാഷ്പീകരിക്കാം. എളുപ്പത്തിൽ ദ്രവീകരിക്കാം, എളുപ്പത്തിൽ ബാഷ്പീകരിക്കാം. അതുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ എന്താണ്? സുഖമാണ്. LNG can easily liquefy. LNG can easily liquefy and can easily evaporating. LNG can easily liquefy and can easily evaporating. LNG can easily liquefy and can easily evaporating. So it is easy to transport. So it is easy to transport. That is the property of LNG. Then LPGയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോ. LPG എന്ന് പറഞ്ഞാൽ മണമില്ലാത്ത വാതകമാണ്. ഗന്ധമില്ലാത്ത വാതകമാണ്. പക്ഷെ വളരെ അപകട സാധ്യതയുള്ളതുമാണ്. വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി, തീപിടുത്തമുണ്ടായി, മരണപ്പെട്ടു എന്നൊക്കെ പത്രങ്ങളിൽ വാർത്ത വരാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ വളരെ അപകടമുള്ളതാണ്. ഇത് LPG വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന് ഗന്ധമുണ്ടോ? ഗന്ധമില്ല, മണമില്ല. അപ്പൊ ഗ്യാസ് ലീക്കായിട്ടുണ്ടോ ലീക്കായിട്ടില്ലേ എന്ന് അറിയണം. അതറിയണമെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടണം, ഗന്ധം കിട്ടണം. വേണം. അപ്പം അതിന് വേണ്ടിയിട്ട്, ആ ഗന്ധത്തിന് വേണ്ടിയിട്ട് LPGയിൽ ഒരു ഘടകം ചേർക്കും. ആ ഘടകമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പം LPGയുടെ ചോർച്ച അറിയാൻ LPGയിൽ ചേർക്കുന്ന ഒരു ഘടകമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. എന്തിനു വേണ്ടിയിട്ടാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എന്താണ് ആ ഘടകത്തിന്റെ പേര്? പറഞ്ഞ ഈഥൈൽ മെർക്യാപ്റ്റൻ. So there is an important thing related to LPG. We know LPG is a domestic fuel and it is explosive in nature.
LPG is explosive in nature. It is odorless. It has no smell. It is odorless. So we must know the leakage of LPG. We must know the leakage of LPG to avoid explosion. To avoid explosion, we must know the leakage of LPG. So for knowing the leakage of LPG, there is a component. And that component is known as ethyl mercaptan. Then all of you say which is the component for knowing the leakage of LPG? Knowing the leakage of LPG, which component is added? Ethyl mercaptan. Once more, ethyl mercaptan. It is for safety. എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. LPGക്ക് ഓർഡർ ഇല്ല, സ്മെല്ലില്ല, അതുകൊണ്ട് ലീക്കേജ് എന്ത് ചെയ്യണം? അറിയണം. ലീക്കേജ് അറിയാൻ വേണ്ടി അതിലൊരു കമ്പോണൻറ്റ് ചേർത്തിട്ടുണ്ട്. ഏതാണ് ആ കമ്പോണൻറ്റ്? ഇഥൈൽ മെർക്യാപ്റ്റൻ. കാരണം എക്സ്പ്ലോഷൻ ഉണ്ടാവും, സ്ഫോടനം ഉണ്ടാവും, ഫയറിങ്, തീപിടുത്തമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കും അവസാനിച്ചു. ഏത്? CNG, LNG, LPG. ദെൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? ഓൾ ഓഫ് യു റെഡി? യെസ്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് സേഫ്റ്റി റിലേറ്റഡ് ടു LPG. LPGയുമായി ബന്ധപ്പെട്ട സുരക്ഷ. കാരണം വീടുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ്. LPG ഈസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. ഇതിൽ ആദ്യം അറിയേണ്ടത്, നമ്മൾ LPGയുടെ സിലിണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ, ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ, ആ ഗ്യാസ് സിലിണ്ടറിനകത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കാലാവധി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ കാലാവധിയിൽ ഉണ്ടാകുക ABCD. ആ എക്സ്പയറി ഡേറ്റിൽ ഉണ്ടാകുക ABCD എന്ന് പറയുന്ന 4 ലെറ്റേഴ്സ്. അതിലേതെങ്കിലും ഒരു ലെറ്ററും പിന്നെ ഒരു നമ്പറുമാണ് ഉണ്ടാകുക. എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. A സൂചിപ്പിക്കുന്നത് ജനുവരി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 മന്ത് വിരലിൽ എണ്ണി നോക്കിയാൽ മതി. A എന്ന് സൂചിപ്പിക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ A എന്ന് ഉദ്ദേശിക്കുന്നത് ഏതുവരെയാണ്? ജനുവരി മുതൽ മാർച്ച് വരെ. ഇനി B ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ. ദെൻ C ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ദെൻ D ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം 3 മാസങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദെൻ നമ്പർ സൂചിപ്പിക്കുന്നത്, അതിനകത്തൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ സൂചിപ്പിക്കുന്നത് ഏതാണ് വർഷം, ഏത് വർഷം വരെയാണ് കാലാവധി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സിലിണ്ടറിനകത്ത് നിങ്ങൾ A25 എന്ന് കണ്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? A25. സോ ഇറ്റ് ഈസ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് ദി സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ എന്താണ്? കാലാവധിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദ എക്സ്പയറി ഡേറ്റ് ഓഫ് സിലിണ്ടറിൻ്റെ കാലാവധി ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഏതാണ് ഈ സിലിണ്ടറിൻ്റെ കാലാവധി? A എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെ കാലാവധിയാണ്. ഏത് വർഷം വരെ? 2025. അപ്പോൾ 25 എന്ന് സൂചിപ്പിക്കേണ്ടത് ഏതാണ്? 2025. ആ വർഷത്തിൻ്റെ അവസാനത്തെ 2 നമ്പറാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യൂലേ? ദെൻ മറ്റൊരു എക്സാമ്പിൾ B23. എന്താണ് അർത്ഥം? B എന്ന് പറഞ്ഞാൽ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് അതിൻ്റെ കാലാവധി. ഏത് വർഷം വരെ? 2023. ഓക്കെ. അപ്പോൾ ഈ കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റുള്ള കാര്യങ്ങൾ LPGയുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കൂ, LPG ലീക്ക് ഉണ്ടായാലേ സ്മെല്ല്, നമുക്കതിൻ്റെ ഗന്ധം ലഭിക്കണമെങ്കിൽ തന്നെ അന്തരീക്ഷത്തിൽ 3% LPG വരണം. ലീക്കായി അന്തരീക്ഷ വായുവിൽ ഏകദേശം 3% ഒക്കെ LPG വന്നാൽ തന്നെയാണ് നമുക്ക് എന്ത് ലഭിക്കുക? ഗന്ധം ലഭിക്കുക. എന്നാൽ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ 2% വരെ 2% വരെ 2% വരെ LPG അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ സ്ഫോടനം സംഭവിക്കാം, തീപിടുത്തം സംഭവിക്കാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, എത്രത്തോളം അപകടകരമാണ് LPG എന്ന് പറഞ്ഞാൽ. അപ്പോൾ LPG കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലീക്ക് ഉണ്ടാകാതിരിക്കാൻ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇനി വല്ല കാരണവശാൽ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ മാർഗങ്ങളും സ്വീകരിക്കണം. അതാണ് ഈ ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. സേഫ്റ്റി റിലേറ്റഡ് ടു LPGയുമായി ബന്ധപ്പെട്ട സുരക്ഷ എന്നുള്ള ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഘടകമാണ് എന്താണ് ബ്ലവി എന്നാണ് ഇത് വായിക്കുക. അതിന് ഫുൾ ഫോം ഉണ്ട്, ബ്ലവിയുടെ ഫുൾ ഫോം ഞാൻ വായിച്ചു തരാം. ബ്ലവി ശ്രദ്ധിച്ചു കേട്ടോ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ
എക്സ്പ്ലോഷൻ. എന്താണ് ബ്ലവിയുടെ ഫുൾ ഫോം? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മീൻ ചെയ്യണമെന്ന് വെച്ചാൽ, എന്താണ് ബ്ലവി എന്ന് ഉദ്ദേശിച്ചാൽ, എൽ പി ജി ലീക്കായി തീപിടുത്തമുണ്ടായാൽ ആ സിലിണ്ടർ ഉണ്ടല്ലോ, നമ്മളെ ഗ്യാസ് സിലിണ്ടർ, ആ എൽ പി ജി സിലിണ്ടറിനകത്തെ മർദ്ദം കൂടും. മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അത് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവും. ഉഗ്രസ്ഫോടനം ഉണ്ടായാൽ അതിനകത്ത് ദ്രവീകരിച്ചു വെച്ച എൽ പി ജി ഉണ്ടല്ലോ, ആ എൽ പി ജി അത് വാതകമായി മാറും. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? വ്യാപിച്ചതിന് ശേഷം വൻ തീപിടുത്തം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ബ്ലവി. എന്താണ് ബ്ലവി എന്ന് പറഞ്ഞാൽ? എൽ പി ജി ലീക്ക് മൂലം, എൽ പി ജി ചോർച്ച മൂലം തീപിടുത്തമുണ്ടായാൽ സിലിണ്ടറിനകത്തെ മർദ്ദം കൂടുകയും ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇത് ബ്ലവി. സോ വാട്ട് ഈസ് ബ്ലവി? If there is any leakage in LPG and firing, the pressure inside the cylinder increases. And big explosion takes place. This is known as ബ്ലവി. If there is any leakage and firing, the pressure inside the cylinder increases and big explosion takes place. This is known as ബ്ലവി. What is the full form of ബ്ലവി? Boiling liquid expanding vapor explosion. അതായത് അതിനകത്തുള്ള വേപ്പർ ഉണ്ടല്ലോ, അത് എക്സ്പ്ലോഡ് ചെയ്യുക, പൊട്ടിത്തെറിച്ച് ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്നതാണ് ഇത് ബിഗ് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന പേരാണ് ഇത് ബ്ലവി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എൽ പി ജി ചോർച്ച തടയാൻ, എൽ പി ജി അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിക്വേഷൻസ് മസ്റ്റ് ബി ടേക്കൺ ടു അവോയ്ഡ് ദ ലീക്കേജ് ഓഫ് എൽ പി ജി. പ്രിക്വേഷൻസ് must take to prevent or to avoid the leakage of LPG. എൽ പി ജിയുടെ ചോർച്ച തടയാൻ നമ്മൾ സ്വീകരിക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ what we can do if there is any LPG leakage. LPG ചോർച്ച ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോയാലോ? അത് നിങ്ങൾക്ക് സ്ക്രീനിൽ പോയിന്റ് രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും അതൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യെസ് മക്കളെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എൽ പി ജി ചോർച്ച ഒഴിവാക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് പ്രിക്വേഷൻസ് ടു അവോയ്ഡ് ലീക്കേജ് ഓഫ് എൽ പി ജി. നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ ചിലപ്പോൾ അറിയുമായിരിക്കും, എന്നാൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ പോയിന്റ്, എക്സാമിൻ റബ്ബർ ട്യൂബ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ആൻഡ് എൻഷുർ നോ ലീക്കേജ്. നമ്മളുടെ എൽ പി ജി സിലിണ്ടറിന്റെ റബ്ബർ ട്യൂബ് ഇടയ്ക്കിടെ പരിശോധിച്ച് ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ആ സിലിണ്ടറിൽ നിന്നും സ്റ്റോവിലേക്ക് പോകുന്ന ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബ് ഇടയ്ക്കിടെ പരിശോധിച്ച് എന്ത് ചെയ്യുക? ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത്, ടേൺ ഓൺ നോബ് ഓഫ് സ്റ്റൗ ഓൺലി ആഫ്റ്റർ ദ റെഗുലേറ്റർ ഈസ് ടേൺഡ് ഓൺ. അതായത് സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓൺ ആക്കിയതിനു ശേഷം മാത്രം സ്റ്റൗ നോബ് തുറക്കുക. ദെൻ മൂന്നാമത്തത്, എൻഷുർ ദാറ്റ് എക്സ്പയർ ഡേറ്റ് ഈസ് നോട്ട് ഓവർ. നമ്മളുടെ സിലിണ്ടറിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അതോടൊപ്പം ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി അഥവാ ലീക്ക് ഉണ്ടായാൽ, എൽ പി ജി ലീക്ക് സസ്പെക്ട് ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോർച്ച ഉണ്ടായാൽ നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിച്ചോ. ഒന്ന്, ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി ഫ്രം ഔട്ട്സൈഡ്. എവിടെയാണോ നമുക്ക് എൽ പി ജി ലീക്ക് നമ്മൾ നോട്ട് ചെയ്തത്, അതിന് പുറമേ നിന്ന് എന്ത് ചെയ്യുക? വൈദ്യുതി വിച്ഛേദിക്കുക. പുറത്തു നിന്നും വൈദ്യുതി വിച്ഛേദിക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വിച്ച് ഓഫ് ദി റെഗുലേറ്റർ ആൻഡ് ഷിഫ്റ്റ് ദ സിലിണ്ടർ ടു എംപ്റ്റി സ്പേസ്.
ലീക്ക് ഉണ്ട് എന്ന് നമുക്ക് സ്മെല്ലിലൂടെ, ഗന്ധത്തിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക. ദെൻ മൂന്നാമത്തത്, കീപ് ദ വിൻഡോസ് ആൻഡ് ഡോർസ് ആർ ഓപ്പൺ. ജനൽ, വാതിൽ എന്നിവ തുറന്നിടുക. കീപ് ദ വിൻഡോസ് ആൻഡ് ഡോർസ് ഓപ്പൺ. ജനൽ, വാതിൽ എന്നിവ തുറന്നിടുക. പരീക്ഷ ചോദിക്കാറുണ്ട്, ജനൽ, വാതിൽ എന്നിവ തുറന്നിടണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ റീസൺ ഫോർ വിൻഡോസ് ആർ ഡോർസ് ആർ കെപ്റ്റ് ഓപ്പൺ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ LPGയുടെ ഡെൻസിറ്റി വായുവിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് LPG എപ്പോഴും താഴ്ഭാഗത്താണ് ഉണ്ടാകുക, ഭൂമിയുടെ സർഫേസിനോട് അടുത്താണ് ഉണ്ടാകുക. സോ LPG ഹാസ് ഹയർ ഡെൻസിറ്റി ദാൻ എയർ. വായുവിനെ അപേക്ഷിച്ച് LPGക്ക് സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ജനലുകളും വാതിലുകളും തുറന്നിടണം എന്ന് പറയാൻ കാരണം. നാലാമത്തെ, വെൽ ട്രെയിൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ക്യാൻ പുട്ട് ഔട്ട് ദി ഫയർ ബൈ കവറിംഗ് ദി ടോപ്പ് എൻഡ് ഓഫ് ദി സിലിണ്ടർ വിത്ത് വെറ്റ് സാക്ക് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ. അതായത് നനഞ്ഞ ചണച്ചാക്ക് കൊണ്ട് വായു മൂടി, അതായത് ആ സിലിണ്ടറിന്റെ വായു മൂടി ഓക്സിജനുമായി ബന്ധം ഒഴിവാക്കുക. കാരണം ഓക്സിജനുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നനഞ്ഞ ചണച്ചാക്ക് കൊണ്ട് വായു മൂടി ഓക്സിജൻ ബന്ധം ഒഴിവാക്കുക. അത് മൂടുന്നത് ആരായിരിക്കണം? പരിശീലനം ലഭിച്ച ആളുകളായിരിക്കണം. അതിന് കൃത്യമായ പരിശീലനം ലഭിച്ച ആളുകളായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്ന് അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളെ ഇനി ശ്രദ്ധിച്ചോ, അടുത്ത ടോപ്പിക്കാണ് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി. എന്താണ് ഗ്രീൻ എനർജി, അതുപോലെ ബ്രൗൺ എനർജി? ശ്രദ്ധിച്ചു കേട്ടോ. പ്രകൃതിക്ക് ദോഷകരമല്ലാത്തതാണ് ഗ്രീൻ എനർജി. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത ഊർജ രൂപങ്ങളെ, ഊർജ ഉറവിടങ്ങളെ എന്ത് പേര് വിളിക്കുന്നു? ഗ്രീൻ എനർജി, ഹരിതോർജം. അപ്പൊ എന്താണ് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ? പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത എനർജിയാണ് ഗ്രീൻ എനർജി. അപ്പൊ എന്താണ് ബ്രൗൺ എനർജി? പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന എനർജിയാണ് ബ്രൗൺ എനർജി. പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന എനർജിയാണ് ബ്രൗൺ എനർജി. സോ വാട്ട് ഈസ് ഗ്രീൻ എനർജി? Green energy is not harmful for environment. Green energy is not harmful for environment. Then എന്താണ് brown energy? Brown energy are harmful for environment. പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വിഭാഗം മലിനീകരണം ഉണ്ടാക്കൂല, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കൂല. doesn't cause environmental pollution. എന്നാൽ രണ്ടാമത്തെ വിഭാഗമോ ബ്രൗൺ എനർജിയോ കോസസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും, പരിസര മലിനീകരണം ഉണ്ടാക്കും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉണ്ടല്ലോ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, അതാണ് ഏതിനകത്ത് വരിക? ഗ്രീൻ എനർജിയുടെ അകത്ത് വരിക. അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഏത് എനർജിയാണ്? ഗ്രീൻ എനർജിയാണ്. എന്നാൽ ബ്രൗൺ എനർജിയോ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് അതിനകത്ത് വരിക, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. Green energy consists renewable energy sources. While brown energy consists non-renewable energy sources. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രീൻ എനർജിയുടെ പ്രത്യേകത? 2 പോയിന്റുകൾ ഒരുമിച്ച് പറഞ്ഞു നോക്കാം നമുക്ക്. ഗ്രീൻ എനർജി പ്രകൃതിക്ക് ദോഷകരമല്ല, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ. എന്താണ് ബ്രൗൺ എനർജി? പ്രകൃതിക്ക് ദോഷകരം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല. Then what are the points of green energy? Not harmful for environment and renewable. എന്താണ് ബ്രൗൺ എനർജിയുടെ അകത്ത് വരിക? ഹാംഫുൾ ഫോർ എൻവയോൺമെന്റ്. Then രണ്ടാമത്തെ പോയിന്റോ നോൺ റിന്യൂവബിൾ. ഇനി എക്സാമ്പിൾസ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമ്പിൾസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, പ്രധാനമായിട്ടും എക്സാമ്പിൾസ്. ഗ്രീൻ എനർജിയുടെ എക്സാമ്പിൾസ് ആണ് ആദ്യം പറയുന്നത്. ഗ്രീൻ എനർജിയുടെ എക്സാമ്പിൾസ്: ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ടൈഡൽ എനർജി, വേലിയേറ്റത്തിൽ നിന്നുള്ള ഊർജം, സോളാർ എനർജി, സൗരോർജം, വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജം,
കാറ്റിൽ നിന്നുള്ള ഊർജം. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രീൻ എനർജിക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞോ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ടൈഡൽ എനർജി വേലിയേറ്റ ഊർജം, സോളാർ എനർജി സൗരോർജം, വിൻഡ് എനർജി പവനോർജം, അതായത് കാറ്റിൽ നിന്നുള്ള ഊർജം. ഇനി ഏതൊക്കെയാണ് ബ്രൗൺ എനർജിക്ക് ഉദാഹരണങ്ങൾ? ആറ്റോമിക് റിയാക്ടറുകൾ, തെർമൽ പവർ സ്റ്റേഷനുകൾ, ഡീസൽ എഞ്ചിനുകൾ, ന്യൂക്ലിയർ ഊർജം, ന്യൂക്ലിയസിൽ നിന്നുള്ള ഊർജം. ഇതൊക്കെ ഏതിന് ഉദാഹരണങ്ങളാണ്? ബ്രൗൺ എനർജിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ബ്രൗൺ എനർജിക്കുള്ള ഉദാഹരണങ്ങൾ? ആറ്റോമിക് റിയാക്ടറുകൾ, തെർമൽ പവർ സ്റ്റേഷൻ, ഡീസൽ എഞ്ചിനുകൾ. ദെൻ മറ്റൊന്നുകൂടെ ഓർത്തു വെച്ചോ, ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയസിൽ നിന്നുള്ള ഊർജം. ഇതൊക്കെ ഏതാണ്? ബ്രൗൺ എനർജിയാണ്. ഈ ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് ഊർജ പ്രതിസന്ധി കാരണങ്ങളും പരിഹാരങ്ങളും. എനർജി ക്രൈസിസ് റീസൺസ് ആൻഡ് റെമഡീസ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ പോയിന്റായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ആ പോയിന്റുകൾ എന്ത് ചെയ്യുക? ഓരോന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഞാൻ അതിലോട്ട് പോയാലോ? റെഡി? യെസ് മക്കളെ, നമ്മളുടെ അവസാനത്തെ ടോപ്പിക്കാണ് എനർജി ക്രൈസിസ്, ഊർജ പ്രതിസന്ധി. അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഊർജ പ്രതിസന്ധി? വാട്ട് ഈസ് എനർജി ക്രൈസിസ്? കേട്ടോ, ഇൻക്രീസിങ് ഡിമാൻഡ് ബട്ട് ഡിക്രീസിങ് ദി അവൈലബിലിറ്റി. ലഭ്യത കുറയുകയും ഉപയോഗം കൂടുകയും ചെയ്യുക. നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരിക, പക്ഷേ അത് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് പേര് വിളിക്കുക ഊർജ പ്രതിസന്ധി. അപ്പോൾ എന്താണ് ഊർജ പ്രതിസന്ധി? ലഭ്യത കുറയുകയും ഉപയോഗം കൂടുകയും ചെയ്യുന്നു. ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് ദി അവൈലബിലിറ്റി ഈസ് നോൺ ആസ് എനർജി ക്രൈസിസ്. ഇനി രണ്ടാമതായി നമുക്കറിയേണ്ടത് റീസൺസ് ഫോർ എനർജി ക്രൈസിസ്. ഊർജ പ്രതിസന്ധിക്ക് കാരണങ്ങൾ. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു 4 പോയിന്റ് ഓർത്തു വെക്കുക. ഒന്നാമത്തത് എനർജി ഈസ് വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അമിത ഉപയോഗം. രണ്ടാമത്തത് എക്സസ് യൂസേജ് ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയെ കൂടുതൽ ഉപയോഗിക്കുന്നു. അതായത് ഈ ഫോസിൽ ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള ഇന്ധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നു. എക്സസ് യൂസേജ് ഓഫ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയെ കൂടുതൽ ഉപയോഗിക്കുന്നു. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ, നഗരവൽക്കരണം. അല്ലെ, നഗരങ്ങളൊക്കെ നന്നായിട്ട് വളർന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും. അപ്പോൾ എനർജി ക്രൈസിസ് കൂടാനും കാരണമാവും. മറ്റൊന്ന് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തെടുത്ത് എഴുതുക. 4 പോയിന്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ മൂന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സൊല്യൂഷൻസ് ഫോർ എനർജി ക്രൈസിസ്. ഈ ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരം. അവിടെയും നിങ്ങൾ 4 പോയിന്റ് ഓർത്തു വെക്കണം. ഒരു 4 പോയിന്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന്, ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. അതായത് നമ്മൾ ഊർജം ഉപയോഗിക്കുമ്പോൾ, ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോൾ അത് നീതിയുക്തമായിരിക്കണം. അപ്പോൾ നീതിയുക്തമായ ഉപയോഗം, അമിതമായി ഉപയോഗിക്കാതെ ആവശ്യമായത് മാത്രം ഉപയോഗിക്കുക. ദെൻ 2, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി പരമാവധി ഉപയോഗിക്കുക. സോളാർ ഉപയോഗം വർദ്ധിപ്പിക്കുക. ദെൻ മേക്കിംഗ് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആസ് ഫാർ ആസ് പോസിബിൾ. പൊതുഗതാഗതത്തെ പരമാവധി ആശ്രയിക്കുക. അതായത് എല്ലാവരും ചെറിയ ചെറിയ യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്വന്തം വാഹനങ്ങൾ എടുക്കാതെ പൊതുഗതാഗതം, ബസ്സുകൾ, KSRTC പോലെയുള്ള മാർഗങ്ങളൊക്കെ ആശ്രയിക്കുക പറ്റുന്നിടത്തോളം, കഴിയുന്നിടത്തോളം. സോ മേക്കിംഗ് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആസ് ഫാർ ആസ് പോസിബിൾ. പൊതുഗതാഗതത്തെ പരമാവധി ആശ്രയിക്കുക. ടൈംലി മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്. നമ്മളുടെ വാഹനങ്ങളൊക്കെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുക. വാഹനങ്ങളുടെ എൻജിൻസൊക്കെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുക. കൃത്യമായിട്ട് സർവീസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ എൻജിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും. അപ്പോൾ കൂടുതൽ ഫ്യൂവൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അത് എനർജി ക്രൈസിസ് ഉണ്ടാക്കും. സോ ടൈംലി മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്. എൻജിനുകൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. യൂസ് LDR ആസ് സ്ട്രീറ്റ് ലൈറ്റ്.
തെരുവ് വിളക്കുകൾ പരമാവധി LDRകൾ കൊണ്ട് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. കൂടുതൽ പോയിന്റുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക. മിനിമം 4 പോയിന്റ് നിങ്ങൾ കാരണങ്ങളിലും പരിഹാരങ്ങളിലും, റീസൺസിലും സൊല്യൂഷൻസിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കായ എനർജി ക്രൈസിസ്, ഊർജ പ്രതിസന്ധിയും അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ ഇതോടുകൂടി 7 ചാപ്റ്ററുകളും ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആദ്യം 7 ചാപ്റ്ററുകളും വിശദമായി ഡിസ്കസ് ചെയ്ത് പോരുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി നമ്മൾ 7 ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതോടുകൂടി 10ാം ക്ലാസ് ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററുകളും റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാവുക. പരീക്ഷ എല്ലാവർക്കും വളരെ സുഖകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു പല മേഖലകളിലും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ക്ലാസ്സുകൾ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, നന്നായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.